ഈ കിടക്കുന്നത് ആരാണെന്ന് നിങ്ങളോട് ആരോടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ ഒന്നുകൂടി പറയാണ്, ജസ്ന സലീം. മയ്യത്ത് നിസ്കാരം എപ്പോഴാന്ന് ചോദിക്കുന്നുണ്ട്. എങ്ങനെ ഇതൊക്കെ ചോദിക്കാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എൻ്റെ മരണവാർത്ത കേൾക്കാൻ കാതോർത്ത് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് എനിക്കറിയാം. ഒരുപാട് ആൾക്കാരുണ്ട്. കാര്യമാണ്, ജസ്ന സലീം ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അടിയിലുള്ള കമന്റ് എത്രയും പെട്ടെന്ന് മയ്യത്താവണേ എന്നുള്ളതാണ്. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരിട്ട എല്ലാ വീഡിയോസും ഒന്ന് പരിശോധിച്ചു. ഒരു പോസിറ്റീവ് പോലും ഇല്ല. അതിനർത്ഥം ബാക്കിയുള്ള വീഡിയോസിൽ പോസിറ്റീവ് ഉണ്ട് എന്നല്ല, ഒരു വീഡിയോക്കും ഒരു പോസിറ്റീവും ഇല്ല. ഇസ്ലാം മതത്തെ അവഹേളിക്കുന്നു, ഹിന്ദു മതത്തെ അവഹേളിക്കുന്നു, ഈ അവഹേളനം വിറ്റ് കാശാക്കുന്നു, കണ്ണനാണ് എനിക്കെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് അത് വേറെ സൈഡിൽ കൂടെയുള്ള നാടകം കളിക്കുന്നു. ഡ്രാമ ക്യൂനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്ന സലീമിനെ പറയാം എന്നുള്ളതാണ്. ഈ വിശ്വാസികളായ ആളുകളെ ഇങ്ങനെ അപമാനിക്കുന്നതിനും പരിഹസിക്കുന്നതിനും കിട്ടുന്ന പണിയാണെന്നുള്ളതാണ്. ഇപ്പൊ പുലി വരുന്നേ പുലി എന്നുള്ളതാണ്. ഒരുപാട് തവണ ഞരമ്പൊക്കെ മുറിച്ചിട്ടൊക്കെ ആയിട്ട് ആശുപത്രിയിലേക്ക് കിടക്കുന്ന സംഭവങ്ങൾ നമ്മൾ കേട്ടതും കണ്ടതാണെന്നുള്ളതാണ്. അപ്പൊ പുലി വരുന്നേ പുലി എന്ത് പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കാത്ത രീതിയിലേക്ക് എത്തിപ്പറ്റി എന്നുള്ളതാണ്. ഇതിനൊക്കെ കാരണം ജസ്ന സലീം തന്നെയാണെന്നുള്ളതാണ്. അവരുടെ ആ ഒരു സ്വഭാവം, ആ ആറ്റിറ്റ്യൂഡിന് കിട്ടിയ പണിയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ പോലും എന്താണ് വിഷയം എന്ന് അന്വേഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ്. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ചയാവുന്ന ഒരു വിഷയം തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നെഗറ്റീവ് തന്നെ പറഞ്ഞിട്ടുള്ളത്. എനിക്കും വല്ലാണ്ട് പോസിറ്റീവ് പറയാനൊന്നുമില്ല. പക്ഷെ ഒരു വിഷയം, ഒരു ആശുപത്രിയുടെ അനാസ്ഥ മൂലം ഒരു ആശുപത്രിയിൽ മരുന്ന് മാറിക്കുത്തിയതിന്റെ ഭാഗമായിട്ട് ഒരാൾ കിടപ്പിലായിട്ടുണ്ടെങ്കിൽ അതറിയണ്ടേ? ജസ്ന സലീം തന്നെ അതിന്റെ തെളിവും കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് നമുക്കൊന്ന് പരിശോധിക്കുക. വിശ്വാസികളെ അപമാനിച്ചതിനും വിശ്വാസികളെ പറ്റിച്ചതിനും പടച്ച തമ്പുരാന്റെ കയ്യിൽ നിന്ന് കിട്ടാതിരിക്കില്ലല്ലോ. അത് കിട്ടിയതാവാനാണ് സാധ്യത. എന്തായാലും കാണാം. കാലുവേദന അധികമാക്കി, ശ്വാസം മുട്ടൽ അധികമാക്കി, പിന്നെ ഒരു വഴിയില്ലാതെ ഇങ്ങോട്ട് പോകുന്നു. അഡ്മിറ്റ് ആക്കി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. 2 എന്തോ മോഡൽ മരുന്ന് കയറ്റുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടേ ഇവിടെ നിർത്തും, അല്ലെങ്കിൽ വീട്ടിലേക്ക് വിടുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അപ്പോഴും ഡോക്ടറോട് വന്നിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 3.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ, 3-3.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പിന്നെ വീട്ടിലോട്ട്. അപ്പോൾ പിന്നെ ഡിസ്ചാർജ് വാങ്ങി പോകുന്നല്ലേ നല്ല. എന്തെങ്കിലും ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ. അതെ അതെ അതെ, എന്തെങ്കിലും വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ തൊട്ടടുത്താണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത്. എന്നാൽ ആ ഒരു വീഡിയോന്റെ അടിയിൽ വന്ന കമന്റും പൊന്നെ, എനിക്കത് ഇവിടുത്തെ കാണിക്കാൻ വയ്യ, അത്രമാത്രം നെഗറ്റീവ് ആണെന്നുള്ളതാണ്. അവരെ ഒന്നും കുറ്റം പറയാൻ കഴിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റിൽ മുസ്ലിങ്ങൾ ഇടുന്നുണ്ട്, ഹിന്ദുക്കൾ ഇടുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടുപേരെയും അപമാനിച്ചിട്ടുള്ള പരിഹസിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ ജസ്ന സലീം. ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകുന്ന വിശ്വാസികൾക്ക് ഓർമ്മയിൽ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോയോ ഒരു ഫോട്ടോയോ എടുത്തു വെക്കാൻ കഴിയാത്ത രീതിയിൽ ആക്കി കൊടുത്ത വ്യക്തിയാണ് ഈ ജസ്ന സലീം. അവൾ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് മുഴുവൻ പ്രാർത്ഥിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതാണ്. എന്റെ കണ്ണന്റെ ചിത്രത്തിന് മുന്നിൽ തിരി കൊളുത്താൻ ഒരു അവസരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞിരുന്നു. ഒരു കാലത്ത് RSSകാരും BJPക്കാരും തോളിലേറ്റി നടന്നു. എന്നാൽ അതേ ആളുകൾ തന്നെ എടുത്ത് താഴെ അങ്ങ് ഇട്ടു എന്നുള്ളതാണ്. കച്ചവട സമയത്ത് മാത്രം, അല്ലെങ്കിൽ ഗുരുവായൂരിലേക്ക് വരുന്ന സമയത്ത് മാത്രം തലയിൽ തട്ടം, അത് കഴിഞ്ഞാൽ തലയിൽ തട്ടമില്ല. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ്. വീണ്ടും അതിനെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അത്രേ ഉള്ളൂ. ആളുകളെ എങ്ങനെ പറ്റിക്കാം, എങ്ങനെ വിശ്വാസികളെ പറ്റിക്കാം എന്ന് വ്യക്തമായി പഠിച്ച ഒരു വ്യക്തിയാണെന്നുള്ളതാണ്. അതിനിടയിൽ അവർ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഉപ്പയെയും ഉമ്മയെയും ഹജ്ജിന് പറഞ്ഞയക്കണം, അതിന് കണ്ണന്റെ ചിത്രം വിറ്റ കാശ് കൊണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇസ്ലാം മത വിശ്വാസി ആയിട്ടല്ല ജസ്ന സലീം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ മതത്തിനെ പരമാവധി ക്രൂശിക്കുന്നതൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ട് നമ്മൾ തന്നെ ഒരുപാട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇവർ പറഞ്ഞ ഒരുപാട് മണ്ടത്തരങ്ങൾ നമ്മൾ കൃത്യമായ ആയത്തും സൂറത്തും ഖുറാനൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ജസ്ന സലീമിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യന്മാർക്കൊന്നും ഒരു വിഷമവും. ആകെ വിഷമം ഉണ്ടാവുക അരുണേട്ടനോ അങ്ങനെ ഒരാളുണ്ട്, പിന്നെ മകനുണ്ട്, പിന്നെ ഭർത്താവിനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, ആളുണ്ടാവാം. വേറെ ആർക്കും വിഷമം ഉണ്ടാവില്ല. എന്തായാലും ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ലേ അവർ പുറത്തുവിട്ട വീഡിയോ നമുക്കൊന്ന് കാണണം. എന്തായാലും എല്ലാ വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നതാണല്ലോ. അങ്ങനെ ഒരു അനാസ്ഥ മൂലം അവർക്ക് ഒരു അപകടം ഉണ്ടായതാണെങ്കിൽ പുലി വരുന്ന പുലിയാണ്, എന്നാലും ഒന്ന് കാണാം. ഈ സ്പെഷ്യാലിറ്റി പോളി ക്ലിനിക് എന്ന് പറഞ്ഞ ഒരു ക്ലിനിക്കിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഞ്ചക്ഷൻ മാറി കുത്തി എന്ന് പറഞ്ഞിട്ട്. അന്നപ്പോൾ അവർ അവിടുത്തെ മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ വോയിസ് ഇപ്പം 1-2 യൂട്യൂബർമാർ പുറത്തിടൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് അവിടുന്ന് സംഭവിച്ചതുമല്ല, ആ വീഡിയോ ഫേക്ക് ആണെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഈ പോളി ക്ലിനിക് എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ മാനേജർക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു.
അപ്പം മെസ്സേജിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടാം. അതിന് മുമ്പായിട്ട് ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ നിങ്ങൾ നോക്കി. 3/10/2025 അരുണിനെ കാണിക്കാൻ പോയതാ. അതിൽ വെണ്ടക്കാക്ഷരത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഫീമെയിൽ എന്ന് കൊടുത്തിരിക്കുന്നത്? അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ ഈ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം കെയർ ചെയ്തിട്ടാണ് ഓരോ പേഷ്യന്റിനെയും നോക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഈ 2025 ഇവർക്ക് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ അവർ സമ്മതിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. സ്പെഷ്യാലിറ്റിയിലുള്ള മാനേജറുടെ നമ്പർ, മാനേജർ എന്ന് പറയപ്പെടുന്ന ആളുടെ നമ്പർ സഹിതം അവരെനിക്ക് തിരിച്ചയച്ച മെസ്സേജ് സഹിതം ഞാൻ ഇതിനെ കൂടെ വെക്കാം കേട്ടോ. അപ്പോൾ ആ സമയത്തെ അവർക്ക് ഓരോ അബദ്ധം പറ്റലുണ്ട്. പിന്നെയാണോ ഇപ്പോൾ ഇഞ്ചക്ഷൻ മാറിക്കുത്തിയത്? തെറ്റ് പറ്റി എന്നാണ് കേട്ടോ ആ ഒരു ചാറ്റിൽ കാണുന്ന തെറ്റ് പറ്റി, ക്ഷമ ചോദിക്കുക അല്ലെങ്കിൽ പരിഹാരം ഉണ്ടാക്കാന്ന രീതിയിൽ അവരൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം. പടച്ച തമ്പുരാന്റെ മുന്നിൽ ഒരിക്കൽ ഇവർ വന്നിട്ട് എന്തായാലും ഖേദം പ്രകടിപ്പിക്കും. തീർച്ചയായിട്ടും ഇസ്ലാം മതവിശ്വാസ പ്രകാരം തെറ്റ് തിരുത്തപ്പെടാനുള്ള അവസരങ്ങളുണ്ട്. തെറ്റ് തിരുത്തപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു ബോധോദയം അവർക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ എന്ത് പറയാനാണ് ഞാൻ, അവരിപ്പോഴും അതിൽ തന്നെ മുറുകെ പിടിച്ച് നടക്കുക എന്നുള്ളതാണ്. ഒന്ന് കണ്ടു നോക്കി. വീഡിയോ ചെയ്തിടാനുള്ള കാരണം സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനാണ്. എൻ്റെ ഭാഷയിൽ, ഞാൻ പറയുന്ന ഭാഷയിൽ എൻ്റെ കണ്ണൻ കാരണം ഞാൻ ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്നത്. ഓക്കെ, വീണ്ടും അവിടെ അത് തന്നെ വലിച്ചിട്ടു എന്നുള്ളതാണ്. കാരണം ഫോട്ടോസ് വിൽപ്പന നടത്തണം. 5000 ഫോട്ടോ വിൽപ്പന നടത്തിയ കഥ കേട്ടിട്ടുണ്ട്. ഉപ്പാക്കും ഉമ്മക്ക് ഹജ്ജിന് പോകണം, അപ്പൊ അതിനും കുറെ ഫോട്ടോ വെക്കണം. ഞാൻ വിചാരിച്ച എന്താ വെച്ചാൽ ഇവര് തെറ്റുകൾ തിരുത്തിയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുള്ളതാണ്. എന്താണ് ഇവര് വീണ്ടും അതേ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കുന്ന ഒരു പിടുത്തമില്ല എന്നുള്ളതാണ്. തലയിൽ വീണ്ടും തട്ടം വന്നല്ലോ എന്നൊരു കമന്റ് കണ്ടു ഒരു വീഡിയോയില്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടെ നിങ്ങള്. എനിക്ക് മറ്റുള്ളവരെ ചിരിപ്പിക്കാനും മറ്റുള്ളവർക്ക് എന്താ പറയുക ഒരു പ്രതീക്ഷ കൊടുക്കാനും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാട്ടോ ഞാൻ. ഇത് പറയുന്നത് ആരോടാന്ന് വെച്ചാൽ ഒരുപാട് ശത്രുക്കളുണ്ട് എനിക്ക്. മിത്രങ്ങളെക്കാട്ടിലും ഒരുപാട് ശത്രുക്കളുണ്ട് എനിക്ക്. അവരോടാണ് പറയുന്നത്. എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്ന് എന്ന് കേട്ടപ്പം ഹോസ്പിറ്റലുകാരുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് കേട്ടിട്ട് പോലും എൻ്റെ ഭാഗത്ത് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനോ അല്ലെ ഒരു കമൻ്റ് ഇടാനോ ഒന്നും ആരും വന്നിട്ടില്ല. ആരും വരാനൊന്നും പോകുന്നില്ല. പക്ഷെ ഈ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ കാര്യം സത്യമാണെന്നുണ്ടെങ്കിൽ ആശുപത്രിയിൽ നിന്ന് മറ്റുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ആ ഒരു പോർഷൻ കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ശരിക്കും കൂളത്തരാം. അതുകൊണ്ട് ഞാൻ ആ ഭാഗം എടുത്ത് കാണിച്ചത്. പല ആളുകളും വീഡിയോ ചെയ്തിട്ടുള്ളത് ആ കമന്റ് ബോക്സ് മാത്രമാണെന്നുള്ളതാണ്. കമന്റ് ബോക്സ് എടുത്ത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കാണുന്ന ആളുകൾ ചിരിച്ചൊരു വിധമാവും. അത്രമാത്രം ആളുകൾക്ക് വെറുപ്പ് ഈ ജസ്ന സലീമിനോടുണ്ട്. ഒന്ന് ചത്ത് കിട്ടിയാൽ മതി എന്നൊക്കെയാണ് കമന്റ് ബോക്സിൽ കിടക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പൊ എത്രമാത്രം വെറുപ്പുണ്ടാവും എന്താ കാരണം എന്ന് അറിയാത്ത ആളുകൾക്കുണ്ടെങ്കിൽ ചുരുക്കി പറഞ്ഞു തരാൻ കേട്ട. ഇവര് ഇസ്ലാം മത വിശ്വാസമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി ആയിരുന്നു. അന്ന് തട്ടമെല്ലാം ഇട്ടിരുന്നു. സുരേഷ് ഗോപി എങ്ങാനുമാണ് ഇവരുടെ കണ്ണന്റെ ചിത്രം നരേന്ദ്രമോദിക്കൊക്കെ വാങ്ങിക്കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ഗുരുവായൂർ അമ്പലത്തിൽ വാങ്ങിക്കൊടുക്കുന്നത്. അതിനുശേഷം ഒരു വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. മുസ്ലിം പെൺകുട്ടി, തട്ടമിട്ട പെൺകുട്ടി കണ്ണനെ വരയ്ക്കുന്നു എന്നുള്ള രീതിയിൽ BJP കിട്ടിയ അവസരം മുതലെടുത്തു, പിന്നെ RSS മുതലെടുത്തു, വലിയ രീതിയിൽ പ്രചരണം നടത്തി. ആ സമയത്ത് തന്നെ ഇവർ ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ പൊട്ടത്തരം പറഞ്ഞിരുന്നു. ഹിന്ദുക്കൾക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരമാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ പൊട്ടത്തരം വിളിച്ചു പറഞ്ഞു. ഗുരുവായൂർ അമ്പലനടയിൽ കോഴിമുട്ട കൊണ്ടുണ്ടാക്കിയ കേക്ക് മുറിച്ചെന്നും അതുപോലെ തന്നെ നിരന്തരമായിട്ട് അവിടെ വന്ന് റീൽസ് ചിത്രീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് പറയുന്ന ബോർഡിന്റെ അടുത്ത് നിന്നുപോലെ അവർ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും പുറത്തുവിട്ടു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഹൈന്ദവ വിശ്വാസികൾ ഒരുപാട് ആളുകൾ കംപ്ലൈന്റും കാര്യങ്ങളും കൊടുക്കുന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഉണ്ടായ പണി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വന്നിട്ട് ഒരു ഫോട്ടോ പോലും എടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ജസ്ന സലീം കടന്നുപോയി. പിന്നെ ഒരിക്കൽ ഇവർ തട്ടം അങ്ങ് ഉപേക്ഷിച്ച് ഞാൻ ഈ വിശ്വാസിയൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായി ഇസ്ലാം മതത്തെയും അവഹേളിക്കാൻ തുടങ്ങി. പല ഇന്റർവ്യൂകളിലൂടെ ഇസ്ലാം മതത്തെ അവഹേളിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അതിനുശേഷമാണ് ഇവരോട് എല്ലാവർക്കും ഒരു ദേഷ്യം വന്നത്. ഹിന്ദുവിനാണെങ്കിലും മുസൽമാനാണെങ്കിലും ഒരുപോലെ ഇവരോട് ദേഷ്യം വരുന്നത്. അതിനിടയിൽ ഇവരെ ആരോ ഒരാൾ പീഡിപ്പിച്ചു എന്ന രീതിയിലുള്ള ഒരു വാർത്ത പുറത്തു വന്നു. ഇവർ ഒരുപാട് തവണ ഞരമ്പ് മുറിച്ച് ആശുപത്രിയിലും കാര്യങ്ങളും കിടന്നു. അങ്ങനെ ഈ അവഹേളനങ്ങളും പരിഹാസങ്ങളും മറ്റുള്ള മതത്തിലുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടാതെ ആയി. അതിനുശേഷമാണ് ഇപ്പോൾ ഈ രീതിയിൽ എത്തിയിരിക്കുന്നത്. ഇവരിടക്കിടക്ക് ഓരോ നാടകം കളിക്കും, ചാവാനുള്ള നാടകം. അതുകൊണ്ട് തന്നെ പുലി വരുന്ന പുലി എന്ന അവസ്ഥയിലേക്ക് ജനങ്ങൾക്ക് ഇവരോട് യാതൊരു താല്പര്യമില്ലാതായി എന്നുള്ളതാണ്. എന്തിനാണ് ഇവർ ഇതര മതസ്ഥരെ അങ്ങനെ അവഹേളിക്കുന്ന ഒരു പിടുത്തമില്ല. ഇപ്പോഴും കണ്ണന്റെ പേരും പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ ഉപജീവന മാർഗമാണ് കണ്ണനെ വരച്ച് വിൽക്കുക എന്നുള്ളത്.
ഇപ്പോൾ അധികം ആളുകളൊന്നും അവരുടെ കയ്യിൽ നിന്ന് കണ്ണനെ വാങ്ങുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇവർ ട്രേസ് എടുത്തത് സ്കെച്ച് ചെയ്തിട്ട് അതിന് മുകളിൽ പെയിന്റ് അടിക്കുകയാണെന്ന രീതിയിലൊക്കെയാണ് ആളുകൾ പറയുന്നത്. ആരോ ഒരാൾ വരച്ച ട്രേസ് അതിന് മുകളിൽ കളർ കൊടുക്കുന്നു എന്നുള്ളത്. അതിനിടയിൽ വീണ്ടും ഒരുപാട് കോലാഹലങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ഇവരുടെ ചിത്രം എല്ലാം ഒരുപോലെയാണ്, അച്ചടിച്ചതുപോലെയാണ്, കണ്ണനെ കാണാൻ ഭംഗിയില്ല, അത് വേറെ സൈഡിലൂടെ നടക്കുന്നു എന്നുള്ളതാണ്. ഒരു സൈഡിൽ സപ്പോർട്ട്, ഒരു സൈഡിൽ വെറുപ്പിക്കൽ. അങ്ങനെ വെറുപ്പിക്കൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ജസ്ന സലീം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ട് ഒരു വലിയ ജൈത്രയാത്രയാണ് എന്നുള്ളതാണ്. ഉപ്പയെയും ഉമ്മയെയും ഹജ്ജിന് അയക്കണം, എന്നാൽ അത് കണ്ണനെ വരച്ച് വിറ്റ പൈസ കൊണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ അതിനിടയിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. ഇസ്ലാം മത വിശ്വാസ പ്രകാരം ഏകനായ ദൈവത്തിനെയാണ് അവർ വിശ്വസിക്കുന്നത്. അള്ളാഹുവിലേക്ക് മറ്റുള്ള ദൈവങ്ങളെ ചേർത്ത് വെക്കാൻ പാടില്ല. അങ്ങനെ മറ്റുള്ള ദൈവങ്ങളെ ആരാധിച്ച് ആ ഒരു ആരാധനയിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് ഒരിക്കലും ഹജ്ജിന് പോയാൽ ഹജ്ജ് ശരിയാവില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ജസ്ന സലീമിന് എന്ത് സംഭവിച്ചാൽ ഈ നാട്ടുകാർക്ക് ഒന്നുമില്ല എന്ന് മനസ്സിലായില്ലേ? എന്നാലും ഞാൻ പറയുകയാണ്, ദൈവം അവരുടെ ആയുസ് കഴിഞ്ഞു, ഇനി തിരിച്ചു പോരൂ എന്ന് പറയുന്ന അവസ്ഥയിൽ അത് എന്ത് വേണമെങ്കിലും സംഭവിക്കട്ടെ. പക്ഷെ ഏതെങ്കിലും ആശുപത്രിയുടെ അനാസ്ഥ മൂലമാണ് അവർക്കത് സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ അതിൽ പശ്ചാത്തപിക്കേണ്ടി വരും. കാരണം നമ്മളെ മക്കൾക്ക് നാളെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി പോലും നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് ഇടപ്പാൾ സൈനിങ് ഓഫ്.